ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കുക. എൻ്റെ കുഞ്ഞിക്കണ്ണേട്ട, നിങ്ങൾ എവിടെയുള്ളത്? ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നത് ത്രിപുരയിലാണ്. അവിടെ നിങ്ങളുടെ സ്ഥിതി ദയനീയമല്ലേ? നിങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടും പൊട്ടിപ്പാളിസായില്ലേ? 25 കൊല്ലം ഭരിച്ച ത്രിപുര BJP നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. 2018 23 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങളെ നേരിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ കോൺഗ്രസ്സുകാരെ കൂട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്നിട്ടും നിങ്ങൾ തോറ്റു. അതിനുശേഷം 19 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, 24 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തോറ്റ് അമ്പിപ്പോയി. ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനം അത്. ഇനി ബംഗാൾ, നിങ്ങൾ എവിടെയുള്ളത്? 1/2 സീറ്റോ 1 സീറ്റുമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അവിടെ നിങ്ങൾ 550ഓളം പാർട്ടി ഓഫീസുകൾ തുറന്നതെന്ന മെയ് മാസം 4-ാം തീയതി BJP അധികാരത്തിൽ വന്നിട്ടാണ്. നിങ്ങൾ 550-ലധികം പാർട്ടി ഓഫീസുകൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ പിടിച്ചു വെച്ചതും നിങ്ങൾക്ക് പൂട്ടി ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നതുമായ ഓഫീസുകൾ തുറന്നത് മെയ് മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നു എന്ന് കണ്ടപ്പോഴാണ്. നിങ്ങൾ ബംഗാളിൽ ഞങ്ങൾക്കൊരു ഭീഷണിയാണോ? നിങ്ങൾ ഇല്ലാണ്ടായി, അവിടെ നിങ്ങളെ ഇല്ലാതാക്കി ആ മമതാ ബാനർജി. അവരെ ഞങ്ങൾ തോൽപ്പിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ശ്വാസം വിടാൻ അവസരം കിട്ടിയിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ഇവിടുത്തെ പ്രധാന മത്സരം നിങ്ങളും UDF തമ്മിലല്ല. നിങ്ങളെ ഇപ്പോൾ തോൽപ്പിച്ചത് തളിപ്പറമ്പിലും പിന്നെന്താ അമ്പലപ്പുഴയിലും പയ്യന്നൂരും നിങ്ങളെ കോട്ടക്കുത്തളങ്ങളിലൊക്കെ നിങ്ങളെ തോൽപ്പിച്ചത് അവരല്ലേ? ഞങ്ങൾ ഇവിടുത്തെ 3ാമത്തെ കക്ഷിയല്ലേ? 3 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ 3 സീറ്റിലും തോറ്റത് നിങ്ങളെ മുന്നണിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളെ പ്രധാന മത്സരം UDF-ഉമായിട്ടല്ലേ? അപ്പം ഞങ്ങളും നിങ്ങളും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് നിങ്ങൾ തോറ്റ് അമ്പിക്കഴിഞ്ഞു. നിങ്ങൾ പഴയ പ്രതാപമുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നാമാവിശേഷമായി. ഞങ്ങൾ വന്നതുകൊണ്ടാണ് പാർട്ടി ഓഫീസ് തുറക്കാൻ പറ്റി. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ഞങ്ങൾ ഉള്ള കാര്യം നോക്കി പറയാലോ, ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതാണ് ഇന്ത്യയിലെ നിങ്ങളുടെ അവസ്ഥ. നിങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷി, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. പരസ്യമായി ഞങ്ങളത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട. നിങ്ങളെ തകർക്കാനൊന്നും അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. അത് പയ്യന്നൂരിൽ കണ്ടതാണ്, തളിപ്പറമ്പിൽ കണ്ടതാണ്, അമ്പലപ്പുഴയിൽ കണ്ടതാണ്. ആളുകൾ തന്നെ ആ പണി എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ വയ്യ, ഞങ്ങൾക്ക് താല്പര്യം.